വെള്ളമൊക്കെ ഇതിന്ന് ഊർന്നു വരും. ആ വെള്ളമൊക്കെ നമ്മൾ ഇവിടെ ഇതൊരു പ്ലാസ്റ്റിക് ഇന്ന് വോക്കൊറിയ ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങളിന്ന് ജോൻജുവിലാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളൊരു ട്രഡീഷണൽ ടീ ഹൗസിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കണ്ടോ, ഒരു നല്ല കുളം. ചെയർ കണ്ടോ, ഇതിന് കാലില്ല, നിലത്തിരിക്കാൻ പറ്റിയതാണ്. ഇവിടെ സാധാരണ ആൾക്കാർ നിലത്തിരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പോൾ നിലത്തിരുന്ന് കഴിക്കാൻ ഇങ്ങനെയുള്ളൊരു ചെയർ ഭയങ്കര സൗകര്യമാണ്. ഇത് പുറകിലേക്ക് മറിഞ്ഞ് വീഴുമൊന്നുമില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം ഇവിടെ. Bibimbab. Okay, so aside from bibimbab, what is Jeonju famous? Give it a bit. The sound of the music, much nice. 한옥에서 올려오는 이 목재가 부딪히는 이 울림이 The reflection to the ഇവിടെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് മൈക്കൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഇവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചർ ആ രീതിയിലുള്ളതാണ്. ഒരു ലെമണേഡ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരു വോക്കൊറിയ സപ്പോർട്ടറിൻ്റെ പാട്ടാണ് ഇപ്പോൾ പാടാൻ പോകുന്നത്. I hope I remember the lyrics. So I will start. My song is about peace and it's a very famous song in Korea called Bibimbab. So I'll start. 짜증은 헤어서 못하나 송화를 바치어 못하나 속상한 일도 하도 많으니 놀기도 하면서 살아가세 니나노 I'm from Mongolia and I'll sing a Mongolian traditional song, like a really short one. I'm a very shy person. So. No, you are not. ഞങ്ങൾ ഇവിടെയാണ് ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ ജോൻജുവിൽ ഏറ്റവും ഫേമസ് ഫുഡാണ് ബിബിംബാബ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞങ്ങൾ ബിബിംബാബാണ് കഴിക്കാൻ പോകുന്നത്. 언니 고기 안 들어간 거에 고기 안 들어간 거 8분짜리가 있어. ഇവിടെ ഓൾറെഡി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര നേരത്തെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 11:30 ആയിട്ടേ ഉള്ളൂ. ഇത്ര നേരത്തെ ഫുഡ് വെച്ചിട്ട് ഇവിടുന്ന് പോകണം. ഇത് തക്കൽബി സോസ് ആണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ സ്പ്രൗട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൂപ്പാണ്. ഇത് മുളക്, ഇത് സൈഡ് ഡിഷാണ്. ഇത് കിംച്ചി. ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു നമ്മളെ ദോശയൊക്കെ പോലുള്ളൊരു സാധനമാണ്. ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതിൽ. ഇതിനുള്ളിൽ കൊഞ്ചാണ്, ഷ്രിമ്പൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റ്. തക്കൽബിയാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിന് മുകളിൽ സ്പ്രിംഗ് ഓണിയനാണ് ഇട്ടിരിക്കുന്നത്. ഇത് പോർക്കാണ്.
കിടുവാണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ല എണ്ണയിൽ ഇട്ടിട്ട് പോർക്ക് എങ്ങനെയാണ് ഇത്രയും ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കിട്ടും. ഞങ്ങളുടെ ബിബിംബാബ് ഇതുവരെ എത്തിയിട്ടില്ല. അതിനു മുമ്പേ തന്നെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് തന്നെ എൻ്റെ വയറെന്നറിയും. ഇത് ബിബിംബാബ്. മെയിനായിട്ട് ഇതിൽ നിറയെ വെജിറ്റബിൾസ് ആണ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു ഭാഗം മാത്രമാണ് മീറ്റ്, പിന്നെ ഇത് എഗ്ഗ്. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ വെജിറ്റേറിയൻസിന് ഇത് പുറത്തൊക്കെ പോകുമ്പോൾ വേറെ വെജിറ്റേറിയൻ ഫുഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് ഇത് രണ്ടും ഒഴിവാക്കാം. ഈ പാത്രത്തിൽ നോൺ വെജ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കഴിക്കാൻ മാത്രം ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഇതിൽ സോസാണിത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പാർട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കണം. സ്പൈസിയാണ്, എരുണ്ട്. ഇത്ര എരുണ്ടാവും വിചാരിച്ചില്ല. ബിബിംബാബ് ഇവിടെ ഇത്രയും ഫേമസ് ആവുന്നതിൻ്റെ കാരണം തന്നെ ഇതായിരിക്കും. ഭയങ്കര ടേസ്റ്റാണ് ഇത്. ഞങ്ങൾ ജോൻജുവിൽ തന്നെയുള്ള പാൽബോക് ആർട്ട് ഫാക്ടറിയിലെത്തിയിരിക്കുകയാണ്. ഇത് 2018 തുടങ്ങിയത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഒരുപാട് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ കഥ ബുക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒരു 3D പോലെ കാണാൻ പറ്റും. ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഇത് ആരുടെ ഐഡിയ ആണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് അറിയില്ല. നല്ല രസമാണ് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. 이 옆에서 그 카세트 테이프를 조립했던 നമ്മളിപ്പോൾ ജോൻജുന്ന് 2:30 സ്റ്റാർട്ട് ചെയ്ത് ഗുൻസാനിൽ 3:30 ആയപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇത് സൊന്യൂഡോ ഐലൻഡാണ്. ഈ കാണുന്നത് സെonyudo-si ആണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇവിടുത്തെ ഫെറിയിൽ ഒരു അരമണിക്കൂറോളം യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഫെറി 4:15 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ വെറുതെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ടൂറ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഒന്നിനും സമയമില്ല. ഓരോ സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഫെറിയിലേക്ക് പോകുന്ന ക്യൂ ആണിത്. ഇവിടെയൊന്നും ആരുമില്ല, എല്ലാവരും മുകളിലാണുള്ളതെന്ന് തോന്നുന്നു. ഫെറിൻ്റെ ഉള്ളിലാണിത്. വലിയ ഫെറിയാണ്. കടലിൻ്റെ കളറ് നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല പച്ച കളറ്. ഇതാ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഇവിടെ ഈ പറവകൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഓണൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ പേരും ഫോൺ നമ്പറൊക്കെ എഴുതണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ വാങ്ങിക്കുന്നത് ഡക്ക് മീറ്റാണ്. 32,000 വോണാണ്. അപ്പോൾ ഇവിടെ ഇതാ തിളക്കുന്നൊരു സൂപ്പൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാവണം. ചൂടായി കഴിഞ്ഞാൽ ഈ ഡക്ക് മീറ്റൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് വേവിക്കും. നല്ല രസമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് വേവിച്ച് കഴിക്കാം. ഇത് കണ്ടോ, ഭയങ്കര തിന്നായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്ന ഡക്കാണ്. അതിൻ്റെ കൂടെ കുറച്ച് സ്പ്രൗട്ട്സും ഉണ്ട്. ഇതിങ്ങനെ ഇതിൽ കിടന്നിട്ട് ചൂടാവുമ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ഇതിന്ന് ഊർന്ന് വരും. ആ വെള്ളമൊക്കെ നമ്മൾ ഇവിടെ ഇതൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിരിക്കുന്നതുണ്ടോ, അപ്പോൾ ഇതിലേക്കാണ് വരിക. ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത് സൈഡ് ഡിഷസ് ആണ്. പിന്നെ ഇവിടെ ഒരു സോസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കണം. അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളറ് കുറച്ച് മാറും. ഇതെങ്ങനെയാണ് കഴിക്കാമെന്ന് വെച്ചാൽ ആദ്യം ഈ ഇല എടുക്കാം, എന്നിട്ട് ഇതെടുത്തിട്ട് ഇതിൽ വെക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് സോസ് എടുത്ത് വെക്കാം, പിന്നെ ഉള്ളി എടുത്ത് വെക്കാം,
പിന്നെ ഇതെടുത്ത് വെക്കാം. ഇനി ഒരു വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് വെക്കണം. എന്നിട്ട് എല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്യാം. ഇത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് ചോറും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും സോസൊക്കെ കൂടി ഇതിലിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് ബാക്കിയുള്ള ഡക്ക് മീറ്റായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. ഇതിൽ കിടന്നിട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ വേവിക്കും. എന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.